ഇന്ത്യൻ മാക്യവെല്ലി എന്നറിയപ്പെടുന്നത്? ആരായിരിക്കാം? ഉത്തരം ഓപ്ഷൻ എ ചാണക്യൻ. ആരാണ്? ചാണക്യൻ. അടുത്ത ചോദ്യം, ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്നാൽ എന്ത്? ഇടക്കാല തെരഞ്ഞെടുപ്പ് എന്നാൽ എന്ത്? ഓപ്ഷൻസ് ശ്രദ്ധിച്ച് നോക്കണേ. നോക്കിക്കോ, ഓപ്ഷൻ നോക്കിക്കോ. 5 കൊല്ലം പൂർത്തിയാകുമ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല. പിന്നെന്താ പറയുന്നേ? 5 വർഷത്തിന് മുമ്പ് സർക്കാരിനെ പിരിച്ചുവിടുകയോ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുമ്പോൾ. അപ്പൊ കൂടുതലൊന്നും നോക്കാനില്ല. ഏതാണ് ഇവിടെ ഉത്തരം? ഓപ്ഷൻ ബി. ഏതാണ്? ഓപ്ഷൻ ബി. എന്താണ്? 5 വർഷത്തിന് മുമ്പ് സർക്കാരിനെ പിരിച്ചുവിടുകയോ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണേ. റൈറ്റ് വാരി സമ്പ്രദായം എന്നാൽ എന്ത്? റൈറ്റ് വാരി സമ്പ്രദായം എന്നാൽ എന്ത്? ഓപ്ഷൻസ് നോക്കി. അക്ബറിന്റെ കാലത്തെ നികുതി പിരിവ്, പ്രഭുക്കന്മാരെ മുഖാന്തരം ബ്രിട്ടീഷുകാർ നടത്തിയ നികുതി പിരിവ്, പിന്നെയോ സെമീന്ദാർമാർ രാജ്യത്ത് നടപ്പിലാക്കിയ കുത്തക അവകാശം, അടുത്ത എന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഇന്ത്യയിൽ നേരിട്ട് നടത്തിയ നികുതി പിരിവ്. അപ്പൊ ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി. ഏതാണ്? ഓപ്ഷൻ ഡി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഇന്ത്യയിൽ നേരിട്ട് നടത്തിയ നികുതി പിരിവ്. ഓക്കെ, അടുത്ത ചോദ്യം, നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. അടുത്ത ചോദ്യം നോക്കാം. തൊഴിലാളികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്? തൊഴിലാളികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പൊ ശ്രദ്ധിക്കണേ. അപ്പൊ യാചകരുടെ രാജകുമാരൻ ചോദിച്ചാൽ ആരാണ് ഉത്തരം? അത് മദൻ മോഹൻ മാളവ്യ. അടുത്ത ചോദ്യം, പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹത നേടിയ പത്രപ്രവർത്തകൻ? പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹത നേടിയ പത്രപ്രവർത്തകൻ ഉത്തരം ആരാണ്? ഓപ്ഷൻ ഡി. വേണുഗോപാലാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ആരാധനാലയങ്ങൾ ഇല്ലാത്ത മതം. ആരാധനാലയങ്ങൾ ഇല്ലാത്ത മതം ഏതാണ്? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ എ കൺഫ്യൂഷനിസം. ഏതാണ്? ഓപ്ഷൻ എ കൺഫ്യൂഷനിസം. അടുത്ത ചോദ്യം, വെള്ളയാനകളുടെ നാട് അല്ലെ? വെള്ളയാനകളുടെ നാട് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ സി. ഏതാണ്? തായ്ലൻഡ്. ഏതാണ്? തായ്ലൻഡ്. അടുത്ത ചോദ്യം, റെഡ് ക്രോസിന്റെ സ്ഥാപകൻ. റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ആരായിരിക്കാം? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ബി. ഹെൻറി ഡ്യൂനന്റ്. മറക്കല്ലേ. അടുത്ത ചോദ്യം, ലിഫ്റ്റ് കണ്ടുപിടിച്ചത്? ലിഫ്റ്റ് കണ്ടുപിടിച്ചത് ആരാണ്? ഇ ജി ഓട്ടിസ്. ആരാണ്? ഇ ജി ഓട്ടിസ്. ചോദ്യം മറക്കലും. ലിഫ്റ്റ് കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, എയർഫോഴ്സിൽ ഗ്രൂപ്പ് ക്യാപ്റ്റന് തുല്യമായ ആർമിയിലെ റാങ്ക്? എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റന് തുല്യമായ ആർമിയിലെ റാങ്ക് ഏതായിരിക്കാം? ഓപ്ഷൻ ഡി. കേണൽ. ഏതാണ്? ഓപ്ഷൻ ഡി. കേണൽ. അടുത്ത ചോദ്യം, ഒരു ബില്ല് നിയമമാകുന്നത് എങ്ങനെ? ഒരു ബില്ല് നിയമമാകുന്നത് എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻസ് നോക്കേ. പ്രധാനമന്ത്രി ഒപ്പുവെക്കണം. അടുത്ത ഏതാണ്? രാഷ്ട്രപതി ഒപ്പുവെക്കണം. അപ്പൊ കൂടുതലൊന്നും നോക്കാനില്ല. ഇവിടെ ഏതാണ് ഉത്തരം? ഓപ്ഷൻ ബി. ഏതാണ്? ഏതാണ് ഓപ്ഷൻ ബി? രാഷ്ട്രപതി ഒപ്പുവെക്കണം. ഏതാണ്? രാഷ്ട്രപതി ഒപ്പുവെക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പരിസ്ഥിതി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി രൂപീകരിച്ച ഗ്രീൻ ബെഞ്ച് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിൽ പരിസ്ഥിതി കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി രൂപീകരിച്ച ഗ്രീൻ ബെഞ്ച് ഏത് സംസ്ഥാനത്താണ്? ഏതായിരിക്കാം? ഉത്തരം പശ്ചിമ ബംഗാൾ. ഏതാണ്? ഓപ്ഷൻ ഡി. പശ്ചിമ ബംഗാൾ. അടുത്ത ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഉത്തരാഞ്ചൽ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത്? ഏതായിരിക്കാം? ഉത്തരം 84-ാം ഭേദഗതി. ഓപ്ഷൻ സി. മറക്കല്ലേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ സംയുക്ത ലിസ്റ്റ് എന്ന ആശയം ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്? ഏതായിരിക്കാം? ഉത്തരം ഓസ്ട്രേലിയ. ഏതാണ്? ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണേ.
ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര്? ദേശബന്ധു എന്നറിയപ്പെടുന്നത് ആര്? ആരാണ്? CR ദാസ്. ആരാണ്? CR ദാസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2011 പുതിയതായി രൂപം കൊണ്ട ലോകരാഷ്ട്രം. 2011 പുതുതായി രൂപം കൊണ്ട ലോകരാഷ്ട്രം ഏത് എന്നാണ് ചോദ്യം. ഏതാണ്? ഉത്തരം കിട്ടിയോ? തെക്കൻ സുഡാൻ. ഓപ്ഷൻ സി, മറക്കല്ലേ. അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബംഗാൾ വിഭജനം നടന്നത് ഏത് വർഷമായിരുന്നു? ബ്രിട്ടീഷ് ഭരണകാലത്ത് ബംഗാൾ വിഭജനം നടന്നത് ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് വർഷമാണ്? 1905 ഏത് വർഷമാണ്? 1905. അതുപോലെ ഇത് പ്രഖ്യാപിച്ചത് ആരാണ്? വൈസ്രോയി ആയ കട്സൺ ആണ്. മറക്കല്ലേ. അടുത്ത ചോദ്യം. ആരുടെ ഭരണകാലത്താണ് പോലീസ് സംവിധാനം ആരംഭിച്ചത്? ആരുടെ ഭരണകാലത്താണ് പോലീസ് സംവിധാനം ആരംഭിച്ചത്? ആരുടെ ആയിരിക്കാം? നമുക്കറിയാലോ. ഉത്തരമാരാ? കോൺവാലിസ് പ്രഭു. ഓപ്ഷൻ ഡി, കോൺവാലിസ് പ്രഭു. അടുത്ത ചോദ്യം. ആരുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്? ആരുടെ ഭരണകാലത്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്? അപ്പൊ ആരുടെ ആയിരിക്കാം? INC രൂപീകരിക്കുന്ന സമയത്ത് വൈസ്രോയി ആരാണ്? ഉത്തരം? ഡഫറിൻ പ്രഭു. ആരാണ്? ഡഫറിൻ. INC മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിളിച്ചതുമാര് തന്നെയാണ് ഡഫറിൻ. മറക്കല്ലേ. അടുത്ത ചോദ്യം. സംസ്ഥാന പുനഃസംഘടന ആക്ട് പാസ്സാക്കിയത് ഏത് വർഷം? സംസ്ഥാന പുനഃസംഘടന ആക്ട് പാസ്സാക്കിയത് ഏത് വർഷം? ഏത് വർഷമായിരിക്കാം? ഉത്തരം 1956. അടുത്ത ചോദ്യം. കോഴ്സിക്ക ഏത് മഹാന്റെ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഏത് മഹാന്റെ പേരുമായിട്ടായിരിക്കാം കോഴ്സിക്ക? ഉത്തരം കിട്ടിയോ? ആരാണ്? നെപ്പോളിയൻ. ആരാണ്? നെപ്പോളിയൻ. അടുത്ത ചോദ്യം. ബെർലിൻ ഉടമ്പടി ഏത് വർഷമാണ്? ബെർലിൻ ഉടമ്പടി ഏത് വർഷമാണ്? ഏത് വർഷമായിരിക്കും? 1878. ഏത് വർഷമാണ്? 1878. അടുത്ത ചോദ്യം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ പ്രസിഡന്റ് ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ പ്രസിഡന്റ് ആര്? ആരാണ്? നമുക്കറിയാലോ. ആരാണ്? WC ബാനർജി. അല്ലെ, ആരാണ്? WC ബാനർജി. അടുത്ത ചോദ്യം. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ശില്പിയായ ആചാര്യ വിനോബ ഭാവെക്ക് ഭാരതരത്ന നൽകിയത് ഏത് വർഷം? ശ്രദ്ധിക്കണേ. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ശില്പിയായ ആചാര്യ വിനോബ ഭാവെക്ക്, അല്ലെ, ആചാര്യ വിനോബ ഭാവെക്ക് ഭാരതരത്ന നൽകിയത് ഏത് വർഷം എന്നാണ് ചോദ്യം. ഏത് വർഷമാണ്? 1983. ഏത് വർഷമാണ്? 1983. അടുത്ത ചോദ്യം. ഏത് വർഷമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചത്? ഏത് വർഷമാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചത്? ഏത് വർഷമാണ്? 1921. ഏത് വർഷമാണ്? 1921. അടുത്ത ചോദ്യം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ പദ്ധതി എന്ന് വിളിക്കുന്നത്? ഏത് പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ പദ്ധതി എന്ന് വിളിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ബി, രണ്ടാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യം. വിറ്റാമിൻ ബി കണ്ടുപിടിച്ചത് ആര്? വൈറ്റമിൻ ബി കണ്ടുപിടിച്ചത് ആര്? ആരാണ്? ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ ബി, കാസ്മിർ ഖാൻ. മറക്കല്ലേ. അടുത്ത ചോദ്യം. പാമ്പുകളെ പറ്റിയുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? പാമ്പുകളെ പറ്റിയുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി, ഓഫിയോളജി. മറക്കല്ലേ. അടുത്ത ചോദ്യം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി എത്ര വർഷമാണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി എത്ര വർഷമാണ്? എത്രയാണ്? 9 വർഷം. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിൽ എത്ര പേശികളുണ്ട്? മനുഷ്യ ശരീരത്തില് എത്ര പേശികളുണ്ട്? എത്രയാണ്? 639. അടുത്ത ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഉത്തരം ഏതാണ്? കരട്. അടുത്ത ചോദ്യം. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആര്? പെൻസിലിൻ കണ്ടുപിടിച്ചത് ആര്? ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ ഏത് വർഷമാണ് ആദ്യമായി സെൻസസ് നടന്നത്? ചോദ്യം ശ്രദ്ധിക്കണേ. ഇന്ത്യയിൽ ഏത് വർഷമാണ്
ആദ്യമായി സെൻസസ് നടന്നത്? അപ്പൊ ആദ്യമായിട്ട് സെൻസസ് നടക്കുന്നത് വൈസ്രോയി ആയ മേയോ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് റിപ്പൺ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. ഇവിടെ ചോദ്യം എന്താണ്? ഇന്ത്യയിൽ ഏത് വർഷമാണ് ആദ്യമായിട്ട് സെൻസസ് നടന്നതെന്നാണ് ചോദ്യം. അപ്പൊ എന്നാണ് വർഷം വരുന്നത്? അത് 1872 മേയുടെ കാലഘട്ടത്തിലാണ് കേട്ടോ. ഓക്കെ.